നാത്തൂമാരുള്ള വീട്ടിൽ കെട്ടിക്കേറി ചെല്ലരുതെന്ന്. ഉള്ള പണി മുഴുവനും നമ്മളെ കൊണ്ട് എടുപ്പിക്കും. ഇവിടെയും ഒരുത്തിയുണ്ട്, കെട്ടിയോനെ കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് അവളെ ജോലി മുഴുവനും ഞാൻ തന്നെ ചെയ്യണം. കെട്ടിലമ്മ അവിടെ സപ്രപഞ്ച കട്ടിൽ കിടന്ന് റെസ്റ്റ് ചെയ്യണമായിരിക്കും. ഇതൊരു കഷ്ടം തോ. ഓതാ പറഞ്ഞു ദീപേച്ചി, എന്ത് ഇതുവരെ തുണി അലക്കി കഴിഞ്ഞില്ലേ? എനിക്ക് വിശക്കണം, കാപ്പി ഉണ്ടാക്കിത്താ. അയ്യോ, ഉണ്ടാക്കി തരാലോ. ഉണ്ടാക്കാനാണല്ലോ ഞാനിവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അല്ലേച്ചി, ഈ ഉണ്ടാക്കി തരാന്ന് പറയണില്ലേ എന്തോ ഒരു ഉണ്ടാക്കല് പോലെ. അതെന്തെന്നറിയാമോ, ഞാൻ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആണ് അത് ഉണ്ടാക്കാൻ. അതുകൊണ്ട് നിനക്ക് തോന്നിയ അതൊക്കെ വിട് ചേച്ചി. ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മളെ കോളേജിലെ ലെക്ചറിലെ മറ്റേ പരമേശ്വര സാറ്, ആ സാറിന്റെ ഇളയ മോനില്ലേ, അത് അങ്ങേരുടെ അല്ലാന്ന് അങ്ങേരുടെ ഭാര്യയ്ക്ക് ഒരു സംശയം. എങ്ങനെ? സാറിന്റെ ഇളയ മോനില്ലേ, സാറിന്റെ ഇളയ മോൻ? അത് ആ സാറിന്റെ അല്ലാന്ന് സാറിന്റെ അല്ലാന്ന് ആ ചേച്ചിക്ക് ഒരു സംശയം. അപ്പൊ ഇത്രയും നാൾ അങ്ങേര് അവരെ ചതിച്ചോണ്ടിരിക്കായിരുന്ന? അയ്യോ എടി, അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. നമ്മളെ തെക്കേലെ ഷീബയില്ലേ, അവള് ഇരട്ട പ്രസവിച്ച്. അപ്പൊ അവൾക്കൊരു സംശയം, ഈ ഇരട്ടയിൽ ഒന്ന് അവളെ ഭർത്താവിന്റെ അല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? അല്ല, അത് ശരിയാവൂലെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്നാലും ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. എടി, പിന്നെ ഒരു കാര്യം, ഈ എല്ലാരും പറയണേ കല്യാണം കഴിയണതിന്റെ അന്ന് ഇരട്ടപ്പഴം തിന്ന ഇരട്ട കുട്ടികളെ പ്രസവിക്കുമെന്ന്. യു ചുമ്മാതല്ല. അപ്പൊ ദാമോദരേട്ടന്റെ കല്യാണത്തിന് പഴം തീറ്റ മത്സരം ഉണ്ടായി കാണും. ഇയാൾക്ക് 12 മക്കളെയല്ലേ നേരെ നിരയായിട്ട്. 12 ഇതിനൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്? ഇവിടെ ഒരുത്തനുണ്ട്, കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വിളിച്ച് പറയണ് ഇവ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് മീറ്റിങ്ങിന് സാറന്മാർ എന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും വരാൻ പറ്റൂലെന്ന്. ഇവിടെ അവ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. ഞാൻ എവരാ ഈ സാറന്മാർ ആരെങ്കിലും ഇങ്ങോട്ട് മീറ്റിങ്ങിന് വിളിക്കണ? ഇല്ലല്ല. അത് കറക്റ്റ്. അല്ല, നീ ഇത് ടി വി കാണായിരുന്നു? ഞാൻ വേൾഡ് കപ്പ് കാണായിരുന്നു. എന്ന് ഇന്ത്യയുടെ കളി? അയ്യോ, ക്രിക്കറ്റ് അല്ല, ഫുട്ബോള്. അല്ല, അത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. എടി, എനിക്കൊരു സംശയം. എന്തോ? നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോഴേ പിന്നെ കളിക്കാരന്മാരെല്ലാം പന്ത് തട്ടി അങ്ങോട്ട് കൊണ്ടുപോകല്ല. അപ്പൊ എന്തിനടി ഈ റഫറി അതിന്റെ പുറകെ പോകണം? അയ്യോ, അത് മനസ്സിലായില്ലേ? ഇവരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഈ റഫറിയെ കുറിച്ച് വല്ല നുണ പറയണുണ്ടോന്ന് പുറകെ പോയി നോക്കണതാ. എല്ലായിടത്തും നോണ, ഈ ലോകം മൊത്തം നോണ. അതെ. അമ്മ വല്ലതും തരണേ. ഇവിടെ ഒന്നുമില്ല തരാൻ. നിനക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, പോയി വല്ല ജോലി എടുത്ത് ജീവിക്കാന്നോ? ചേച്ചിയെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, എന്നിട്ട് ചേച്ചി സിനിമയിൽ അഭിനയിച്ച ഇപ്പോഴേ ഈ വീട്ടിൽ തന്നെ കിടക്കണത്. ഇതാണ് ചേച്ചി വിധി എന്ന് പറയണത്. എടി, നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടോ കൊടുക്കാൻ? എന്തിന്? എടി, ആരെങ്കിലും എന്നെ പറ്റി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് അലിഞ്ഞു പോകും.